നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കാർത്തിയേട്ടാ, വാതില് തുറക്ക്. ഏട്ടന്റെ കുട്ടിമാളുവാ. അയ്യോ, നിന്റെ വട്ട് മൂത്തു. എത്രയും പെട്ടെന്ന് മരുന്ന് കഴിക്കണം. സംസാരിച്ചിരുന്ന ആ കാര്യം മറന്നുപോയി. ദേവിക്ക് മരുന്ന് തരേണ്ട സമയം കഴിഞ്ഞില്ലേ? അയ്യോ എന്റെ പൊന്നു ചേട്ടാ, എനിക്ക് മരുന്ന് തരല്ലേ. ഇതെന്താ ദേവി കൊച്ചു കുട്ടികളെ പോലെ ഇങ്ങനെ വാശി പിടിക്കുന്നേ? മരുന്ന് കഴിക്കണം. മരുന്ന് കഴിക്കാതെ അസുഖമൊന്നും മാറില്ല. എനിക്ക് ഒരു അസുഖവും ഇല്ല. അസുഖം ഇല്ലാത്ത എനിക്ക് എന്തിനാ മരുന്ന് തരുന്നത്? എല്ലാവർക്കും എന്നെ ഒരു രോഗിയായി കാണാനുള്ള തിടുക്കം കാണുമ്പോ എനിക്ക് എന്നെ സങ്കടം വരിക. സത്യം പറഞ്ഞ എനിക്ക് ആ ഗുളിക കഴിക്കുമ്പോഴാ അസുഖം കൂടുന്നെ. അല്ലാത്തപ്പോ എനിക്ക് ഒരു അസുഖവും ഇല്ല. പാവം എന്റെ ദേവിയെ ഞാൻ എങ്ങനെയാ പറഞ്ഞു മനസ്സിലാക്കുന്നത്? ഇങ്ങനൊരു രോഗമാണ് അവൾക്കുള്ളതെന്ന് ഞാൻ എങ്ങനെ പറയും? ജേട്ടൻ എന്താ മിണ്ടാതിരുന്ന് ആലോചിക്കുന്ന? ദേവി ദേവി ഈ ഗുളിക കഴിച്ചേ പറ്റൂ. എന്തെങ്കിലും അസുഖമില്ലാതെ ഡോക്ടർ മരുന്ന് തരില്ലല്ലോ. അമ്മ ഇത് പല പ്രാവശ്യമായി പറയുന്നു, ഈ മരുന്ന് കഴിക്കുമ്പോഴാ അസുഖമെന്ന്. അതിലെന്തോ കാര്യം ഉണ്ടായിരിക്കണം. ഞാൻ ആ ഫുഡ് പോയ്സൺ വന്ന് കിടപ്പിലായിട്ട് ഒരാഴ്ചയാവുന്നു. എല്ലാവരും എന്നെ രോഗിയായി ശുശ്രൂഷിക്കുന്നല്ലാതെ എന്റെ രോഗം മാറിക്കാണാൻ ഒരാഗ്രഹവും ഇല്ലേ? എന്താ ഇങ്ങനെ? എന്താ ഇവിടെ? എന്താ പ്രശ്നം? ദേവി മരുന്ന് കഴിക്കുന്നില്ല മോളെ. മരുന്ന് കൊടുക്കാൻ നോക്കുമ്പോ ഓരോ ന്യായവും. അച്ഛൻ മരുന്ന് കൊടുക്കണ്ട. അമ്മയ്ക്ക് ഞാൻ മരുന്ന് കൊടുത്തോളാം. അച്ഛനൊന്ന് പോയേ. അച്ഛനൊന്ന് പോ. അച്ഛാ, ഞാൻ പറഞ്ഞ കേക്കില്ലേ? ഒന്ന് പോയേ. എണ്ണിക്ക് പോ പോ. അമ്മ ഈ മരുന്ന് കഴിക്കണ്ട. ഈ മരുന്ന് കഴിക്കുമ്പോഴാണല്ലോ അമ്മയ്ക്ക് അസുഖം. എനിക്ക് ഈ മരുന്നെന്നല്ല ഒരു മരുന്നും വേണ്ട. മരുന്ന് കഴിക്കുമ്പോ മാത്രം എനിക്ക് രോഗം, വോമിറ്റിങ്ങും മറ്റു പ്രശ്നങ്ങളും. ശരി, അമ്മ ഇനി മരുന്നേ കഴിക്കുന്നില്ല. പക്ഷെ അമ്മേന്റെ കൂടെ ഒരിടം വരെ വരണം. എന്തിന്? അതൊക്കെ പിന്നെ പറയാം. അമ്മ വരുവോ? വരുന്നതിന് എന്താ കുഴപ്പം? എന്റെ മോൾ എവിടേക്ക് വിളിച്ചാലും അമ്മ വരും. അതുവരെ ആര് ചോദിച്ചാലും മരുന്ന് കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞാ മതി. ശരി. ഇവള് കുക്കിങ്ങില് ഈ തക്ക നോക്കി എന്റെ കാർത്തി ഒന്ന് വിസിറ്റ് ചെയ്തേക്കാം. സമയം കളയണ്ട. ഇവനിവിടെ ഇല്ലേ? എവിടെ പോയി? ആ, കാർത്തിക് കുളിക്ക. അവൻ ടവൽ എടുത്താലും ഇല്ലെങ്കിലും വിളിച്ചത് അവന് കൊടുക്കാം. ACP, ടവൽ എടുക്കാൻ മറന്നു. വാതില് തുറക്ക്. കാർത്തിയേട്ടാ, വാതില് തുറക്ക്. ഏട്ടന്റെ കുട്ടിമാളുവാ. അയ്യോ, നിന്റെ വട്ട് മൂത്തു. എത്രയും പെട്ടെന്ന് മരുന്ന് കഴിക്കണം. അല്ല, നീ ആരെയും നോക്കുന്നേ? കാർത്തേട്ടനാണോ? മൂപ്പര് രാവിലെ 6 മണിക്ക് പോയി. സ്പെഷ്യൽ ഡ്യൂട്ടിയാ.
ഓ അതോ, അത് കേട്ട് അന്തം വിടണ്ട. അത് ഞാൻ ചൂടുവെള്ളം പിടിക്കുന്നതാ എനിക്ക് കുളിക്കാൻ. ആ, ടവൽ എടുത്ത് തന്നേന് താങ്ക് യു. നിന്റെ മുഖം വിളറി മഞ്ഞള് പോലെയായി. ഇങ്ങനെയുണ്ടോ ഒരു ചമ്മല്? മാറടി അങ്ങോട്ട്. നോൺസെൻസ്. അവൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അയ്യേ. കഷ്ടം. ആ, ഇങ്ങനൊരാളുണ്ടോ? ഇത് എത്ര ദിവസമായി മാലു ഒന്ന് വിളിച്ചിട്ട്? ഇവിടുത്തെ സൗകര്യങ്ങളൊക്കെ നോക്കിയിട്ട് മറ്റുള്ളവരുടെ കണ്ണ് വെട്ടിച്ച് വേണ്ട ചേച്ചി ഒന്ന് വിളിക്കാൻ. നീ കുട്ടികളെയൊക്കെ വിളിക്കാൻ സ്കൂളിൽ പോകുന്നില്ലേ? ആ തക്കം നോക്കി ഇങ്ങോട്ടൊന്ന് കേറിയ പോരെ? അതൊക്കെ അറിഞ്ഞാലേ എന്റെ അന്തകൻ എന്നെ തട്ടിക്കളയും. ആരാ ഈ അന്തകൻ? മൈ ഹസ്ബൻഡ് ശ്രീമാൻ ജഗദീഷ്. അവന് സാരി തുമ്പിൽ കെട്ടിയിടാൻ നിനക്ക് അറിയാൻ പാടില്ലഞ്ഞിട്ട്. ആ, അതൊക്കെ പോട്ടെ. ഞാൻ നിന്നോട് പറഞ്ഞു മടുത്ത വിഷയ. പിന്നെ അവിടുത്തെ ലേറ്റസ്റ്റ് ന്യൂസുകളൊക്കെ ഉണ്ടോ എന്നോട് പറയാൻ? എന്തു പറയാനാ, കുടുംബവിളക്ക് ക്യാൻസർ ആയിട്ട് അകത്ത് കട്ടില് വളഞ്ഞു കിടക്കുവാ. കുടുംബവിളക്കോ? അതാരാ? നന്ദിനി മാഡം. അവളെ ഞങ്ങള് പേഷ്യന്റ് ആക്കിക്കൊണ്ടിരിക്കുന്ന വിവരം ഇവക്ക് അറിയില്ലല്ലോ. ചേച്ചി, ആ, ഈ നന്ദിനിയുടെ വിവരങ്ങളൊക്കെ ചേച്ചി അറിഞ്ഞതല്ലേ? അതെ, ഞാൻ എത്രയോ ദിവസം മുമ്പേ അറിഞ്ഞതാ. ചേച്ചി, ഈ നന്ദിനി ഉടനെ എങ്ങാനും ചാവോ ചേച്ചി? അതിലെന്താ സംശയം? അവൾ ഏറിയാൽ ഒരു 2 ആഴ്ച അതിനകം തട്ടിപ്പോവും. അയ്യോ. ആ, നീ മറ്റ് വിവരങ്ങളൊക്കെ പറ മാലതി. ആ, ഇവിടെ വന്ന് നിപ്പുണ്ടായിരുന്നു. ഏത് നേരവും ഫോണിൽ തന്നെ. ചേച്ചി, ഞാൻ പിന്നെ വിളിക്കാവേ. ആ, ശരി. എന്താടി മറ്റുള്ളൊരു ഫോണിൽ സംസാരിക്കുമ്പോ മുന്നിൽ വന്ന് വായും പൊളിച്ചു നിൽക്കുന്നേ? ഞാനൊരു കാര്യം പറയാൻ വന്നതാ മാഡം. കാര്യം പറയുന്നൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ ഫോണിൽ സംസാരിച്ച നീ കേട്ടോ? ആ, കുറച്ചൊക്കെ ഞാൻ കേട്ടു. കേട്ടോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.